ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇതൊരു ഹോൾ വീഡിയോ ആണ്. ഇതും നമുക്ക് കഴിഞ്ഞ ദിവസം ഡിസ്കൗണ്ടിൽ ഞങ്ങൾ പോയപ്പോൾ വാങ്ങിച്ച കുറച്ച് പീസസ് കൂടെ ഉണ്ടായിരുന്നു. അത് കാണിക്കാൻ പറ്റിയില്ല, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത് നല്ലൊരു സ്കേർട്ടാണ്. ഇത് സെൻറ്റർ പോയിൻ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ ഓഫർ ടൈമിൽ നമ്മൾ ചിലതൊക്കെ നല്ല ഡ്രസ്സുകൾ നമുക്ക് കിട്ടും, നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ല നേരത്തെ നമ്മൾ കണ്ടു വെച്ചിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റാഞ്ഞത് അങ്ങനെയൊക്കെ. ഇതതുപോലൊരു ടീഷർട്ട് എനിക്ക് വാങ്ങിച്ചതാണ്. എനിക്കിപ്പോൾ കുറേ നാളായിട്ട് ഇതുപോലെ കാർട്ടൂൺ പ്രിൻ്റുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ നല്ലൊരു ഓവർ സൈസ് കണ്ട് അത് ഞാൻ വാങ്ങി. അപ്പം ഇങ്ങനെയുള്ള ടൈം നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ നല്ല ഒരു റീസണബിൾ റേറ്റിൽ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ UAEയിലുള്ളൊരു ഷോപ്പിങ്ങിൻ്റെ വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് ഓഫേഴ്സിൽ സാധനങ്ങൾ നല്ല സാധനങ്ങൾ കിട്ടുകയും ചെയ്യും. പിന്നെ ഇതും അതുപോലെ തന്നെ, ഇതിന് ഓഫറൊന്നുമില്ല, അന്ന് ഇതല്ലാതെ ഫുൾ പ്രൈസ് തന്നെയായിരുന്നു. പക്ഷേ ഈ പ്രിൻ്റൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, അതുകൊണ്ട് ഇതൊക്കെ എടുത്താണ്. കുറേ ടീഷർട്ട്സാണ് ഇതിനകത്തെല്ലാം വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഷർട്ട്സ് ആണല്ലോ കൂടുതൽ കാണിക്കുന്നത്, പക്ഷേ ഇതിനകത്തെല്ലാം ടീഷർട്ട്സാണ് കൂടുതലും. ഇത് പീനട്ട്സിൻ്റെ ടീഷർട്ടാണ് ആദ്യത്തെ കാണിച്ചതും. ഇതും നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞാൻ എപ്പോഴും കൂട്ടത്തിൽ ഏറ്റവും വലിയ സൈസാണ് എടുക്കാറുള്ളത്, കാരണം എനിക്കങ്ങനെ ചെറിയ സൈസിനോട് തീരെ ഫിറ്റായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമില്ല. ഇത് ഞാൻ അച്ചാച്ചന് എടുത്ത ടീഷർട്ടാണ്. പിന്നെ ജെൻസിൻ്റെ ടീഷർട്ട് ലേഡീസിനും ഇച്ചിരി വണ്ണമുള്ള ലേഡീസ് ആണെങ്കിൽ അവർക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ കൊള്ളും. കാരണം ലേഡീസിൻ്റെ ഏറ്റവും വലിയ സൈസ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു രീതി വേണമെങ്കിലും യൂസ് ചെയ്യാം. ജെൻസിൻ്റെ ടീഷർട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് പക്ഷേ ലേഡീസിൻ്റെ ടീഷർട്ടാണ് ഈ കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഒരു ഇതുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും എല്ലാം പ്രിൻ്റ് ഉള്ളതുകൊണ്ട് അതൊരു പ്രത്യേക ഭംഗിയാണ്. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട്. പിന്നെ നല്ല കളർ കോമ്പിനേഷനും കൂടെ വരുമ്പോൾ നല്ല രസമുണ്ടല്ലോ കാണാൻ. അപ്പോൾ ഈ ടീഷർട്ട്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം, ഇങ്ങനത്തെ വീഡിയോസും ഇഷ്ടമാണെങ്കിൽ പറയണം. ഇത് മോൾക്ക് വേണ്ടി എടുത്തൊരു ടീഷർട്ടാണ്. ഇതും അങ്ങനത്തെ കുറച്ച് പ്രിൻ്റുകളൊക്കെ വരുന്നതാണ്. ചില സമയത്ത് നമുക്ക് ചില ടൈപ്പ് ഡ്രസ്സിനോട് പ്രത്യേക ഇഷ്ടം തോന്നുമല്ലോ, അപ്പം ആ ഒരു രീതിയിലാണ് ഇതെല്ലാം വാങ്ങിച്ചത്. ഇത് എനിക്ക് തന്നെ എടുത്താണ്. ഇത് നല്ലൊരു രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിൻ്റെ ബാക്കിലും പ്രിൻ്റുണ്ട്. എനിക്ക് തന്നെ അറിയത്തില്ല എപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയത്. നേരത്തെ എനിക്ക് ടീഷർട്ട്സൊന്നും തീരെ താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് എനിക്ക് ഇഷ്ടമുണ്ട് ഇങ്ങനത്തെയൊക്കെ ഇടാൻ. പിന്നെ ഇത് അച്ചാച്ചനൊരു പാൻറ്റ് വാങ്ങിയതാണ്. ജിമ്മിലൊക്കെ വർക്കൗട്ടിനൊക്കെ പോകുമ്പം നല്ല കാഷ്വൽ വെയറായിട്ട് ഇടാനൊക്കെ നല്ലൊരു ഈസി ടു വെയർ ആയിട്ടുള്ളതാണ്. അപ്പം അതൊക്കെയാണ് തുണികളുടെ കാര്യങ്ങൾ. പിന്നെ ഞാൻ അപ്പോൾ അതൊരു വലിയൊരു ലിസ്റ്റുണ്ട്. എന്നാലും നോർമലി വാങ്ങിക്കുന്ന അത്രയൊന്നുമില്ല, കൂടുതലും ടീഷർട്ട്സൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പം ഇങ്ങനെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് 2-3 ഇഷ്ടപ്പെടും, നമ്മൾ വാങ്ങിക്കും. ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അത് നോക്കി വാങ്ങിക്കും. എപ്പോഴും ആ ഒരു ടൈമിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് വാങ്ങിച്ച ക്രീമൊക്കെയാണ്. അവിടെ ഇതുപോലെ ഓഫേഴ്സൊക്കെ ഒരുപാട് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്കിഷ്ടമുള്ള ഫ്രാഗ്രൻസ് ഏതാണ്, ക്രീം ഏതാണ്, അതൊക്കെ നോക്കിയിട്ട് പല പ്രോഡക്റ്റ്സ് ഉണ്ട്. അത് നമുക്കറിയാമല്ലോ, കുറേ പേർക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ഫ്രാഗ്രൻസാണിത്, ജാപ്പനീസ് ചെറി ബ്ലോസം. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. ഇതിൻ്റെ പല സാധനം ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്രീം വാങ്ങിക്കുന്നത്, പക്ഷേ എനിക്ക് നോക്കിയിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.